എല്ലാവരും എത്തിയോ? ഇനി ആരെങ്കിലും വരാനുണ്ടോ? പ്രാർത്ഥിച്ച് തുടങ്ങട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നാം ആലയത്തിൽ നിന്നും മൃതശരീരമായിട്ട് തക്ക സമയത്ത് തന്നെ ഈ സെമിത്തേരിൽ എത്തുവാൻ തക്കവണ്ണം സുഖത്തിലെ കർത്താവ് സഹായിച്ചല്ലോ. ഇവിടെയുള്ള ശുശ്രൂഷ നമ്മൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നന്നാട് സഭാ ശുശ്രൂഷകർ കർത്താവദാസൻ ഫിലിപ്പ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇവിടെയുള്ള ശുശ്രൂഷയ്ക്ക് നമുക്ക് ആരംഭം കൊടുക്കാം. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ പാദപീഠ വീണ്ടും ഞങ്ങളെടുത്ത് വരികയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം, ഞങ്ങളെ സമാധാനിപ്പിക്കുന്നവനായ ദൈവം, പ്രിയ മാതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ കർത്താവേ, ഹല്ലേലൂയ, സെമിത്തേരിയിൽ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നൽകുന്ന ദിവസാവകാശങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തുന്നു. വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബത്തെ പ്രത്യേകം നിന്റെ കരങ്ങളിലേക്ക് വഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദിവ്യ ശ്വാസത്താൽ അങ്ങ് നിറയ്ക്കുമാറക്കണമേ, ദിവ്യ സമാധാനത്താൽ നിറയ്ക്കുമാറക്കണമേ. ദൈവത്തിന്റെ പ്രത്യാശയെ നിറയപ്പെടുവാൻ തക്കവണ്ണം, കർത്താവിന്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം, കർത്താവിന്റെ സാന്നിധ്യത്താൽ കർത്താവ് നിറയ്ക്കേണ്ടതിനായി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനത്തിലെ ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി കർത്താവ് തീർത്ത കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് സമയത്ത് എല്ലാ ശുശ്രൂഷകളും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശുശ്രൂഷാൻ ആവശ്യമാകുന്ന കൃപയാൽ കർത്താവിനെ കർത്താവ് നിറയ്ക്കുമാറക്കണമേ. കർത്താവ് കൂടി നല്ല പ്രിയപ്പെട്ടവരെ സഹായിക്കേണ്ടതിനായി, ആശ്വസിപ്പിക്കേണ്ടതിനായി, ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിനുള്ള നാമത്തിൽ തന്നെ. സങ്കീർത്തനം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും അവിടുന്ന് ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് അവിടുന്ന് അനാദിയും ശാശ്വതമായ ദൈവമാകുന്നു. അവിടുന്ന് മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അവിടുന്ന് അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും അങ്ങയുടെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. അവിടുന്ന് ഞങ്ങളുടെ അകൃത്യങ്ങളെ അങ്ങയുടെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ അങ്ങയുടെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും അങ്ങയുടെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവിരുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. പ്രയാണകാലം പ്രതാപം കഷ്ടത മാത്രം. പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും. പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ആമേൻ. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും. പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ആമേൻ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. ഈ സെമിത്തേരിയിലെ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെയും ബാക്കി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. രാവിലെ ബോഡി ഹോസ്പിറ്റലിൽ നിന്നെടുത്തു, ഭവനത്തിൽ കൊണ്ടുപോയി അല്പം ചില മിനിറ്റുകൾ അവിടെ ആയിരുന്നു. ശേഷമായിട്ട് ആലയത്തിൽ പ്രധാനപ്പെട്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ
കർത്താവ് കൃപ ചെയ്തു. ധാരാളം പ്രിയപ്പെട്ടവർ, ദൈവദാസന്മാർ, ദൈവമക്കൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള അനേക പ്രിയപ്പെട്ടവർ, ദേശവാസികൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാരൊക്കെ ഒരു നല്ല കൂട്ടം ജനം രാവിലെ മുതൽ തന്നെ അവിടെ കടന്നു വന്ന് ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് കൃപ ചെയ്തു. അവിടെ നിന്ന് യാത്ര ചെയ്ത് ഈ സെമിത്തേരിൽ എത്തുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ആമയെ കടപ്പുറയിൽ വരുവാൻ കഴിയാതിരുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ മക്കൾ, വിശേഷാൽ മണിക്കീർ സഭയിലെ ദൈവത്തിൻ്റെ മക്കൾ, അപ്പോൾ തന്നെ സ്തോത്രം തിരുമൂലപുരം സഭയിലെ കർത്താവിൻ്റെ ദാസൻ ഗീവരിസ് പാസ്റ്റർ, ഇപ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിച്ച നന്നാട് സഭാ ശുശ്രൂഷകൻ, ആമേ സ്തോത്രപ്പോൾ തന്നെ സുൽമാത്തി പാസ്റ്റർ ഒക്കെ നമ്മുടെ മധ്യ ഉണ്ടല്ലോ. കർത്താവിൻ്റെ ദാസൻ ഷാജി കാലക്കാട് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ ആരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഭവനത്തിൽ വരുവാൻ കഴിയാതെ ഇവിടെ ഈ സെമിത്തേരിയിൽ ഓടിയെത്തിയ എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർ അവിടെയായി മാറി നിൽക്കാതെ എന്നോട് ചേർന്ന് തുടർന്ന് ശുശ്രൂഷയിൽ സഹകരിപ്പാൻ, വചനങ്ങൾ പറയുമ്പോൾ വായിക്കുവാൻ, അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുവാനൊക്കെ ചേർന്ന് നിൽക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ കൃത്യമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഈ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. മരണത്തോടുകൂടെ പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഇന്നലെ രാവിലെ ദൈവം അയച്ച ആത്മാവിനെ ദൈവം തിരികെ വിളിച്ചു. കർത്താവിൻ്റെ അടുക്കലേക്ക് ആമേ സ്തോത്രം കടന്നു പോകുക ഇടയായി തീർന്നു. ഇനിയും മൃതശരീരം മാത്രമാണ് ഇവിടെ ശേഷിക്കുന്നത്. അത് വചനം ഇങ്ങനെ പറയുന്നത്: മർത്യനെ നീ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. സ്തോത്രം. ആമേ മടങ്ങി ചേരുമാറാക്കുന്നു പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, മണ്ണിൽ നിന്നുമാണ് ഇതെടുത്തത്. ആമേ മണ്ണിലേക്ക് തിരികെ നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം അയച്ച ആത്മാവ്, സ്തോത്രം, ഇന്നേക്ക് 72 വർഷങ്ങൾക്ക് മുമ്പ് ആമേ സ്തോത്രം നല്ല മാതാപിതാക്കൾക്ക് ജനിക്കുവാനായിട്ട് ദൈവം ഭാഗ്യം കൊടുത്തപ്പോൾ, സ്തോത്രം, 72 വർഷം മുൻപ് ഈ ഭൂമിയിലേക്ക് ആമേ സ്തോത്രി പ്രിയപ്പെട്ട മാതാവിനെ അയച്ച കർത്താവ് ഇന്നലെ ഈ ലോകത്തിലെ തൽക്കാലിക വാസം, സ്തോത്രം, കഴിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് തിരികെ വിളിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഒറ്റ കാര്യം മാത്രം: ഈ മൃതദേഹത്തിന് നല്ലൊരു യാത്രയപ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. സ്തോത്രം. നമ്മൾ മലയാളികളാണ് ശവസംസാരം എന്നൊക്കെ പറയുന്നത്. സ്തോത്രം. ഇംഗ്ലീഷുകാരാണ് അതിന് നല്ല പേര് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹോം ഗോയിങ് സർവീസ് എന്നാണ് അവർ പറയുന്നത്. വീട്ടിലേക്കുള്ള യാത്രയപ്പാണ് പ്രിയമുള്ളവരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ സഹകരിച്ചതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. തുടർന്നും അല്പസമയം കൂടെ അല്പം ചില വചനങ്ങളൊക്കെ വായിച്ച് ഈ അടക്ക ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് പാട്ടുകൾ പാടി പ്രാർത്ഥിച്ച് നല്ല നിലയിൽ നമ്മുടെ മാതാവിൻ്റെ മൃതശരീരത്തിന് ഒരു നല്ല യാത്രയപ്പ് കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ ചില വേദഭാഗങ്ങൾ ഇവിടെ പറയുമ്പോൾ, സ്തോത്രം, കാലാവസ്ഥയുടെ പ്രതികൂലം നമുക്കുണ്ട്, ചൂടിൻ്റെ അസ്വസ്ഥതകളുണ്ട്, സമയം കടന്നു പോകുന്നത് കൊണ്ട് സാധാരണ വായിക്കുന്ന എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അത്യാവശ്യം ചില വാക്യങ്ങൾ മാത്രം വായിച്ച് സ്തോത്രം വേഗത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 50 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ കർത്താവിന്റെ ദാസന്മാർ ആരെങ്കിലും ഒരാള് വായിച്ച് സഹായിച്ചാട്ടെ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്തെയും അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം: നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീൻ. ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്ന് ഇതേ അധ്യായത്തിന്റെ സ്തോത്രം ചില വാക്യങ്ങളിലായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാം അത് വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ.
ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ ജീവിതത്തിൽ ഇനിയും ശത്രുവില്ല. ഒടുക്കത്തെ ശത്രു മരണമായിരുന്നു. വചനം ഇങ്ങനെ പറയുന്നു, ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രസാദമാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, പുതിയ നിയമത്തിൽ മരണത്തിന് നിദ്ര എന്ന പേരാണ് ഇട്ടിരിക്കുന്നത്. പാപത്തിന്റെ ശമ്പളമാണ് മരണമെന്ന് നമുക്കറിയാം. ഒടുക്കത്തെ ശത്രുവാണ് മരണമെന്ന് നമുക്കറിയാം. എന്നാൽ പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ, വിശേഷാൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ സ്തോത്രം, മരണത്തിന് നിദ്ര എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നിദ്ര എന്ന് പറയുമ്പോൾ ഉറക്കം. സെമിത്തേരി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഉറങ്ങുന്ന സ്ഥലമെന്നാണ്. നമുക്കറിയാം, ഉറക്കമെന്ന് പറയുമ്പോൾ ഉണരുന്ന ഒരു സമയമുണ്ട്. സന്ധ്യയ്ക്ക് നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഉണരും. ഒരിക്കൽ ദാവീദ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അമ്മ ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു ഉറക്കമാണെങ്കിൽ, പ്രിയമുള്ളവരെ, നിദ്രയാണെങ്കിൽ ഉണരുന്ന ഒരു സമയമുണ്ട്. അങ്ങനെയെങ്കിൽ അമ്മ ഉറങ്ങുവാനായിട്ട് ആമേ സ്തോത്രം, ഈ മൃതശരീരം ഈ സെമിത്തേരിയിൽ, ഉറങ്ങുന്ന സ്ഥലമെന്ന് അർത്ഥമുള്ള സെമിത്തേരിയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊരു നിദ്രയാണെങ്കിൽ, ഇതൊരു ഉറക്കമാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഉണരുന്ന ഒരു സമയമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, പാപത്തിൻ്റെ ഫലമായിട്ടാണ് മാനവരാശിക്ക് ദൈവം ആമേ സ്തോത്രം ശിക്ഷയായിട്ട് മരണം കൽപ്പിച്ചത്. എന്നാൽ ഒരു ഭക്തന്റെ മരണം ശിക്ഷയായിട്ട് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ഒരു ഭക്തന്റെ മരണം നിദ്രയായിട്ട് മാറിയത്, ഉറക്കമായിട്ട് മാറിയത് സ്തോത്രം കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണം മുഖാന്തരമാണ്. ശത്രു നമ്മുടെ പേരുള്ള എല്ലാ ആധിപത്യങ്ങളെയും ആമേ തകർക്കുവാൻ, സ്തോത്രം ആമേ നമ്മുടെ മേൽ വെച്ചിരുന്ന എല്ലാ ശത്രുവിന്റെ അവകാശവാദങ്ങളും മാറ്റുവാൻ പരിഹാരമായിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ യാഗം മുഖാന്തരമായിട്ട് ആമേ മരണം ശത്രുവായി നിന്ന സ്ഥാനത്ത് അത് നമുക്കൊരു നിദ്രയായിട്ട് പിന്നത്തേതിൽ ഉണരുന്ന ഒരു അനുഭവത്തിലേക്ക് ആക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദം തോന്നി. പ്രിയമുള്ളവരെ, ഒരു കാലഘട്ടത്തിലേക്ക് ഈ ശരീരം ഇവിടെയുള്ള ദൈവസഭയുടെ കല്ലറയിൽ വിശ്രമിക്കുവാനായിട്ട്, വിശ്രമത്തിനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, വിശ്രമം ആർക്കാണ് ആവശ്യമുള്ളത്? അധ്വാനിച്ചവർക്കാണ് ആവശ്യമുള്ളത്. വെളിപ്പാട് പുസ്തകം 13 ഇങ്ങനെ പറയുന്നു, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യമുള്ളവർ, സ്തോത്രം, അവർ അവരുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു. അവർ മരണത്തിൽ കൂടെ ദൈവം ചെയ്യുന്നത്, ദൈവം കൊടുക്കുന്നത് ഒരു വിശ്രമമാണ്. അധ്വാനിച്ചവർക്കാണ് വിശ്രമം ആവശ്യമുള്ളത്. ആർക്ക് വേണ്ടി അധ്വാനിച്ചു? എന്തിനു വേണ്ടി അധ്വാനിച്ചു? കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, സഭയ്ക്ക് വേണ്ടിയായിരിക്കാം, കർത്താവിന് വേണ്ടിയായിരിക്കാം, കർത്താവിന്റെ നാമത്തിന് വേണ്ടിയായിരിക്കാം, സമൂഹത്തിന് വേണ്ടിയായിരിക്കാം. സ്തോത്രം, എല്ലാം അധ്വാനമാണ്. അധ്വാനിച്ചവർക്ക് ഒരു വിശ്രമം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഈ മാതാവിനെ ഒരു വിശ്രമത്തിനായിട്ട് നാം ഈ സെമിത്തേരിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീയോ ദാനിയേലേ, അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. പഴയ ഭക്തനായ ദാനിയേലിനോട് ദൈവം പറഞ്ഞ കാര്യമാണത്. നീയോ ദാനിയേലേ, പോയിക്കൊള്ളുക, വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കുവാൻ നീ വീണ്ടും എഴുന്നേറ്റ് വരും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 35 മുതൽ 38 വരെയുള്ള വാക്കുകൾ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധ ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതിന്റെ ശരീരവും കൊടുക്കുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നാം ഒരു വിത്താണ് ഇവിടേക്ക് ചുമന്നുകൊണ്ട് വന്നിരിക്കുന്നത്. 4-5 പേര് ചേർന്ന് ഈ മൃതശരീരം താങ്ങിയെടുത്ത് ആംബുലൻസിൽ നിന്നും
ഇവിടെ കൊണ്ടുവന്നു. നമ്മളത് കണ്ടതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ആമേ, പൗലോസിന്റെ ഭാഷയിൽ നമ്മൾ കൊണ്ടുവന്നത് ഒരു മൃതശരീരമല്ല, പിന്നെയോ ഒരു വിത്താണ് നമ്മൾ കൊണ്ടുവന്നത്. ഓരോ വിത്തിനും അതിന്റെ ശരീരമുണ്ട്. മൂട നീ വിതയ്ക്കുന്നത് ആമേ ചത്തില്ലായെങ്കിൽ ആമേ സ്തോത്രം അത് തനിയിരിക്കും. കഥാ പറഞ്ഞ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും. ചത്തുവെങ്കിലോ അത് ഫലം കായ്ക്കും. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇത് മുകൾക്കാരോടെ കൊണ്ടുവന്നിരിക്കുന്ന പ്രിയമുള്ളവരെ, ആമേ സ്തോത്രം, ഹല്ലേലൂയ, ഒരു വിത്താണ്. ആമേ 74 വയസ്സുള്ള ലീലാമാമ എന്നറിയപ്പെടുന്ന സ്തോത്രം, ആമേ ഒരു വിത്താണ് പ്രിയമുള്ളവരെ. ഇത് മുകൾക്കാരൻ നാം ആമേ സ്തോത്രം നടുവാനായിട്ട് ഈ സെമിത്തേരിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കൃഷിക്കാരന് താൻ നടുന്ന വിത്തിൽ ഒരു പ്രതീക്ഷയുള്ളതുപോലെ, ഒരു പ്രത്യാശയുള്ളതുപോലെ. എന്താ വിത്ത് നടുമ്പോൾ ആമേ കൃഷിക്കാരന്റെ പ്രതീക്ഷ എന്താ? ഇത് ആമേ കിളുക്കും, ഇത് പൊട്ടിക്കിളുക്കും. ഒരുപക്ഷെ മുകളിൽ മണ്ണൊക്കെ ഇട്ടാണ് വിത്ത് നടുന്നതെങ്കിലും ഓരോ വിത്തിനും സമയം വെച്ചിട്ടുണ്ട്. ഇത്ര ദിവസം കഴിയുമ്പോൾ ആ മണ്ണിനെ ഭേദിച്ച്, പ്രതികൂലങ്ങളെ ഭേദിച്ച് അത് പുറത്തു വരും. സ്തോത്രം. പിന്നെ അത് വളരുവാൻ തുടങ്ങും. പല ശാഖകളായി, ഇലകളായി, ഫലങ്ങളായി. സ്തോത്രം. ആമേ കൃഷിക്കാരന് സന്തോഷമുണ്ടാകത്തക്കവണ്ണം അത് വളർന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആമേ സ്തോത്രം. അതെ, ഈ വിത്ത് മുളയ്ക്കും പ്രിയമുള്ളവരെ. ആമേ ദൈവം നൽകുന്ന ഒരു പുതിയ ശരീരം ഈ പ്രിയപ്പെട്ട മാതാവിന് ദൈവം കൊടുത്ത്, സ്തോത്രം, ആമേ കർത്താവിന്റെ കാഹളനാദത്തിങ്കൽ, സ്തോത്രം, ആമേ പുതിയ അനുഭവത്തിൽ, പുതിയ രൂപത്തിൽ, പുതിയ ശരീരത്തോടുകൂടെ ഹല്ലേലൂയ കർത്താവ് ചേർക്കുന്ന ദിവസങ്ങൾ അതിവിദൂരമല്ല. സ്തോത്രം. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും. ഇനി കടലിൽ പോയതാണെങ്കിലും ആമേ, ആ മണ്ണിനടിയിൽ പോയതാണെങ്കിലും, സ്തോത്രം, ആമേ വനത്തിൽ പോയതാണെങ്കിലും, ഏതൊക്കെ നിലകളിൽ ഭക്തന്മാരുടെ ശരീരം എവിടൊക്കെ പോയിട്ടുണ്ടോ, ആമേ സ്തോത്രം, അവിടെ ആമേ അവർക്കൊന്നും അതിനെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. സ്തോത്ര വചനം പറയുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കും. എന്താണ് ഉറപ്പ്? ഈ വിത്ത് ഇവിടെ നമ്മൾ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ, ഈ മൃതശരീരം ഇവിടെ നമ്മൾ അടക്കിയിട്ട് പോയി കഴിഞ്ഞാൽ, പ്രിയമുള്ളവര്, ഇത് ഉയർക്കുമെന്നുള്ളതിന് എന്താണ് തെളിവ്? എന്താണ് നമ്മുടെ ഉറപ്പ്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ആമേ സ്തോത്രം, ആമേ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. സ്തോത്രം. എന്താ ഞങ്ങൾ ഉറപ്പ് പറയുന്നത്? എന്താ ഞങ്ങൾ ഇത്ര വിശ്വാസത്തോട് ഉറപ്പോട് പറയുന്നത്? ഈ മൃതശരീരത്തിന് അധികം നാൾ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണമെന്താ? കർത്താവായ യേശു ക്രിസ്തുവിനെ 3 ദിവസം മാത്രമേ കല്ലറയ്ക്കകത്ത് ഒതുക്കി നിർത്തുവാൻ കഴിഞ്ഞുള്ളൂ. 3-ാം ദിവസം ഹല്ലേലൂയ ഇന്നും അവിടെ ആ കല്ലറ അവൻ തുറന്നു കിടക്കത്തക്കവണ്ണം അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് എഴുതി വെച്ച അവൻ ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. കാരണം എന്താ? അവൻ ഉയർത്തെഴുന്നേറ്റു. മരണത്തെ, പാതാളത്തെ അവൻ എല്ലാം കർത്താവ് ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉറപ്പാണ് പ്രിയമുള്ളവരെ ഞങ്ങളും പറയുന്നത്. ആമേ കർത്താവിന്റെ വരവെങ്കിൽ, കർത്താവിന്റെ കാഹളനാദത്തെങ്കിൽ, ആമേ സ്തോത്രം, ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ആ പ്രത്യാശയോടെ, ആ പ്രതീക്ഷയോടെ ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ മൃതശരീരത്തിന് ആമേ സ്തോത്രം യാത്രയപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗത്തിലെ കർത്താവ് കൃപ ചെയ്യട്ടെ. വാക്കുകളെ ഞാൻ ചുരുക്കുകയാണ്. സ്തോത്ര കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം അടയ്ക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഈ ഒരു ശുപാർശ ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കും. പരിശുദ്ധ സ്വർഗീയ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ നിൽക്കുന്നു. ഞങ്ങളുടെ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ തേരിൽ കൊണ്ടുവരുവാനും ഇവിടെ വെച്ച് കർത്താവെ മണ്ണിനോട് ഏൽപ്പിക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും പകരണമേ. ശുശ്രൂഷകളെ ദൈവം നിയന്ത്രിക്കണമേ. ഞങ്ങൾക്ക് നൽകപ്പെട്ട പ്രത്യാശയുടെ വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഞങ്ങളുടെ പ്രിയ മാതാവ് ഉയർത്ത് ആ പ്രത്യാശയോടെ പ്രിയ മാതാവിന്റെ ഭൗതിക ശരീരത്തെ മണ്ണിനോട് ഏൽപ്പിക്കുവാൻ കൃപ നൽകണമെന്ന് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മക്കളെ പ്രത്യേകം ഏൽപ്പിക്കും. കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കണമേ. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം അവിടുത്തെ മക്കളെ ദൈവം പ്രത്യേകം ബലപ്പെടുത്തണം.
ശുശ്രൂഷകൾക്കായി നേതൃത്വം നൽകുന്ന കർത്താവിന്റെ ദാസനെ ഏൽപ്പിക്കുന്നു. ഒരു ദാസനെ ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അറിയുന്നു ഞങ്ങൾക്കും അവിടുത്തെ വരവ് താമസമെങ്കിൽ ഇങ്ങനെ അനുഭവം ഉണ്ടാവും. ആകയാൽ ഒരുക്കപ്പെട്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ശുശ്രൂഷകളെ ദൈവാത്മാവ് നിയന്ത്രിക്കണം. യേശുവരാന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കണമേ പരിശുദ്ധ പ്രിയ പിതാവേ. ഇനിയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമേ. ഞാൻ ആലയത്തിൽ വെച്ച് ഓർപ്പിച്ചിരുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരൻ സുരേഷ് തോമസ്, ആമേ സ്തോത്രം, ഈ തിരുവല്ല സൗത്ത് സെൻട്രൽ സെക്രട്ടറിയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം സ്റ്റേറ്റ് ബിലീവേഴ്സ് ബോർഡ് മെമ്പറാണ്. സ്തോത്രം. ആ നിലയിൽ ആമേ സ്തോത്രം ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുകയും കർത്താവിൻ്റെ മകനെ ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സെൻട്രലിൻ്റെ ട്രഷറാണ് പ്രിയ മകൻ ബിനോയ് പി അലക്സ്. അദ്ദേഹം ഓഫീസിൻ്റെ മാനേജറായിട്ടിവിടെ വർക്ക് ചെയ്യുന്നു. ജോയിൻറ്റ് സെക്രട്ടറി പ്രിയ തോമസ് കുട്ടിച്ചായൻ കുടുംബം ഇപ്പോൾ ഇവിടെയില്ല, യൂറോപ്പിലാണ്. അദ്ദേഹം വിളിച്ച് അദ്ദേഹത്തിൻ്റെ ആമേ ദുഃഖം ഈ പ്രിയപ്പെട്ട ഭവനത്തെ അറിയിപ്പാനായിട്ട് ഓർപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓഫീസർക്ക് വരാൻ കഴിഞ്ഞില്ല, എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് വരുവാനായിട്ട് കഴിഞ്ഞില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവസഭയുടെ നേതൃത്വങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ഈ ദുഃഖത്തിൽ കൃത്യമായിട്ട് പങ്കുചേരുന്നു. ഞങ്ങളുടെ പ്രിയ ബിനോയ് പി അലക്സ്, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സെൻട്രലിൻ്റെ ട്രഷറർ കൂടെയാണ് പ്രിയപ്പെട്ടവൻ. എല്ലാവരെയും പ്രതികരിച്ച് എല്ലാവർക്കും വേണ്ടി ഒന്നുണ്ട് വാക്കുകളിൽ ആമേ സ്തോത്രം. ഈ പ്രിയപ്പെട്ട ആമേ സെമിത്തേരിലെ ശുശ്രൂഷയിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് രണ്ട് ആമേ സ്തോത്രം ആശ്വാസ വാക്കുകൾ. അവിടെ ചർച്ചിൽ പ്രയർ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് അവർ ഓടി വന്നത്. ഞാനും ഇന്ന് പ്രയർ സംബന്ധിക്കേണ്ട ആളായിരുന്നു. മറ്റു ക്രമീകരണം ചെയ്തിട്ടാണ് ആമേ സ്തോത്രം കടന്നു വന്നത്. സ്തോത്രം. ഓക്കെ, അവിടെ എല്ലാം പേരുകൾ ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. ആ പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ദുഃഖം പ്രത്യാശ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ട ഭവനത്തെ അറിയിക്കുന്നു. സ്വർഗ്ഗത്തിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. തുടർന്ന് ശ്രദ്ധിക്കണമേ, ആമേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന പ്രിയപ്പെട്ടവർ ഈ ബൊക്കയൊക്കെ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് പാട്ട് പാടുന്ന സമയത്ത് ബൊക്കയൊക്കെ എടുത്ത് മാറ്റിയിട്ട് കൈ ആമേ ബോഡി പൊക്കി പടി ഉണ്ടെങ്കിൽ ആ പടി പൊക്കി സ്തോത്രം താത്ത് ഇട്ടതിന് ശേഷമായിട്ട് ആമേ സ്തോത്രം. ഇനി ആരെങ്കിലും അടുത്ത് വന്ന് കാണാനുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കാണുക. സ്തോത്രം. നമ്മൾ പിന്നത്തിയതിൽ മുഖം മൂടി പെട്ടി അടച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് സ്തോത്രം, ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടി തട്ടി ആ പെട്ടി മൂടി വെച്ച് അടക്കത്തക്കവണ്ണം സ്തോത്രം എന്ത് ചെയ്യും. അവിടെ നിർത്ത സഭാ മക്കളൊക്കെ എന്ത് ചെയ്യും, ഇവിടെ വന്നിട്ട് ആ ബോഡി ഒന്ന് പൊക്കി കെട്ടുകൾ വല്ലതും അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുക. ഇല്ലെങ്കിൽ അത് കൈ ബോഡി പൊക്കിയിട്ട് അടിയിൽ പടിയുണ്ട്, പടി എന്റെ പ്രിയനേ കാത്തിരുന്ന എന്റെ പ്രിയനേ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാറോടണഞ്ഞിടുമേ. ദൂരസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഇനി ആരുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരി അല്ലോണ്ടോ അല്ലല്ല നേരത്തെ വന്ന് വേണ്ട ഈ അമ്മച്ചോടെ മക്കളായിരിക്കുന്ന പ്രിയ മകൻ ഡാലിയായും ഒപ്പത്തന്നെ മകൻ ലിജോയും ഇത് ഇപ്പുറത്ത് വന്നാട്ടെ. ഇപ്പുറത്ത് വന്നാട്ടെ. രണ്ടുപേരുടെ ചേർന്ന് രണ്ട് സൈഡിൽ നിന്നും ആ തുണി എടുത്ത് മുഖം മൂടിക്കാം.
മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുവന്ന് മാനവരാശിയോട് കൽപ്പിച്ച ദൈവമേ, ഈ ഞങ്ങളുടെ മാതാവിൻ്റെ മൃതശരീരത്തെ ഇന്ന് പകൽക്കാലം അവിടുത്തെ വചനപ്രകാരം ഞങ്ങൾ മണ്ണിന് വേണ്ടി ഏൽപ്പിക്കുന്നു. ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ മനുഷ്യൻ എന്തിനാണ് തൻ്റെ സൗന്ദര്യത്തിൽ പുകഴുന്നത്? ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ മനുഷ്യൻ തൻ്റെ കായിക ബലത്തിൽ എന്തിനാണ് പുകഴുന്നത്? ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ അവൻ്റെ ധനത്തിൽ അവൻ എന്തിനാണ് പുകഴുന്നത്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഷാജി കാലിക്കാട് പാസ്റ്റർ പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ നിങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ അമ്മാമ്മയ്ക്ക് 74 വർഷം ഈ ഭൂമിയെ ജീവിപ്പാനും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാണുവാൻ ദൈവനമ്പുരാൻ അവസരങ്ങൾ നൽകി. ദൈവനമ്പുരാൻ്റെ സമയമായപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർപ്പെടുവാൻ ദൈവനമ്പുരാൻ ഇടയാക്കിയല്ലോ. പിതാവേ, ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കണമേ. അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിപ്പാൻ ബഹുമാനപ്പെട്ട ദൈവദാസനെ ഞങ്ങളുടെ ശുശ്രൂഷകനെ ദൈവനമ്പുരാൻ അഭിഷേകത്തോട് നിർത്തിയതിനായി സ്തോത്രം. പ്രാദേശിക സഭയിലെ വിശുദ്ധന്മാരായ ദൈവദാസന്മാർ, അങ്ങനെ ബന്ധുമിത്രാദികളെ ചാർച്ചക്കാരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ ദൈവനമ്പുരാൻ ഇടയാക്കിയല്ലോ. സ്തെഫാനോസിന് ഭക്തിയുള്ള പുരുഷന്മാരടക്കം ചെയ്ത പോലെ നല്ലൊരു യാത്രയപ്പ് കൊടുപ്പാൻ ദൈവം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിന് വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസനകളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, അള്ളി ചെയ്ത നല്ല കർത്താവ് നല്ല വാസന മാതാവിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയെല്ലാം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയോട് കെട്ടുത്തരം വെല്ലുമാറാകണമേ സ്വർഗീയ പിതാവേ. മൂടിയെടുത്ത് അടച്ചാട്ടെ. മൂടിയെടുത്ത് അടച്ചിട്ട് ഇത് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ അവിടെ ചിലപ്പോൾ തീരണം കേട്ടോ. ഈ ഭാഗം ഈ വാതൊക്കെ വരണം, അതകത്തോട്ട് പോകണം. ആ നിലയിൽ എടുക്കണം. ലോക്കിട്ടാട്ടെ. കർത്താവു താൻ സ്വർഗത്തിൽ നിന്നിറങ്ങി സന്തോഷം മധ്യാകാശത്തിൽ. 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ കൂടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും ദൈവത്തിന്റെ കാമത്തോടും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു. തെസ്സലോനിക്ക സഭയിൽ പെട്ടെന്ന് മാറി പല പ്രിയപ്പെട്ടവരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സഭയ്ക്ക് വലിയ വേദനയുണ്ടായി, സഭയ്ക്ക് വലിയ പ്രയാസമുണ്ടായി. മരിച്ചവര് എവിടേക്കാണ് പോയത്, എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചു ഭാരപ്പെട്ടപ്പോൾ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് പൗലോസ് എഴുതിയ ലേഖനത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രിയമുള്ളവരെ ഇവിടെ നമ്മളെ വായിച്ചു കേട്ടത്. സ്തോത്രം. അവിടെ പറയുന്നു, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് വരുമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്.
നമ്മുടെ ഈ കാലഘട്ടത്തിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ മരിക്കാതെ രൂപാന്തരപ്പെട്ട ദൈവസ്ഥയിൽ ചേർക്കപ്പെടുവാൻ കഴിയും എന്നെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആമേ സ്തോത്രം മുമ്പേ പോകുന്നവര് ഭാഗ്യവന്മാരാണ് നമ്മൾ പാട്ട് പാടാറുണ്ട്. ആമേ നമ്മളെക്കാൾ മുമ്പ് മരിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരാണ് കർത്താവിന്റെ വരവെങ്കിൽ ആദ്യമേ ഉയർത്തെഴുന്നേൽക്കുന്നത്. ശേഷം മാത്രമേ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയുള്ളൂ. സ്തോത്രം. ആമേ ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ അറിയാതിരിക്കരുത്. ഈ മനുഷ്യരെ കുറിച്ച് നിങ്ങൾ അറിയാതിരിക്കുന്നോണ്ടാണ് നിങ്ങൾ വിഷമിക്കുന്നത്. ആ വിശേഷമായിട്ട് പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടെ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ ദൈവത്തിന്റെ കാലത്തോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നീട് ഇവരൊരിക്കുന്നവര് രൂപാന്തരപ്പെട്ട് നമ്മുടെ കർത്താവിനെ എതിരേൽക്കാൻ വാനവേഗങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊടുക്കുകയും ആമേ ഈ വനത്താലുള്ള ആശ്വാസം പ്രാപിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആമേ സ്തോത്ര മാതാവേ പോയി വിശ്രമിച്ചു കൊള്ളുക. ആമേ കാലാവസ്ഥാനത്തെങ്കിൽ ഓഹരി പ്രായിപ്പാൻ എഴുന്നേറ്റ് വരുമെന്നല്ല വചനപ്രകാരം കർത്താവിന് വേണ്ടി നിന്നതിന് സാക്ഷ്യം വഹിച്ചതിന് ദേശത്തിന്റെ മധ്യയിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടതിന് വേർപാടനുഷ്ഠിച്ചതിന് കർത്താവിന്റെ സാക്ഷ്യം വഹിച്ചതിന് അങ്ങനെയൊക്കെയുള്ള പ്രതിഫലങ്ങൾ വാങ്ങിപ്പാനായിട്ട് ആമേ സ്തോത്രം എഴുന്നേറ്റ് വരുന്ന ആമേ സമയം വരെയും ഇവിടെ വിശ്രമിച്ചു കൊള്ളുക. ആമേ പ്രിയപ്പെട്ട മാതാവിന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ യാത്രാമൊഴി പറയുന്നു. സ്വർഗത്തിലെ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയ കർത്താവേ, ഹല്ലേലൂയ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പോ ഏത് സമയത്തും കൃപാസനത്തിന് അടുത്ത് വന്ന് അപ്പാപിതാവിനെ വിളിക്കുവാൻ ഞങ്ങളെ മക്കളും അവകാശികളും ആക്കി തീർത്ത ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നേ കർത്താവേ. അപ്പാ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ശ്രമിത്തലിലെ ശുശ്രൂഷ അവസാനിക്കുന്നത് വരെ ഞങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിന് മാതാവിന് ബുധശീലത്തിന് നല്ലൊരു യാത്രയപ്പ് കൊടുക്കുവാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദി പറയും. ദുഃഖത്തിലായിരിക്കുന്ന ഞങ്ങളുടെ സുരേഷ് ഭരനായിട്ട് പ്രാർത്ഥിക്കുന്നു, രാജസസ്യക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇരു കുടുംബങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, ചാർച്ചക്കാർക്കായി, സഭാമക്കൾക്കായി, കർത്താവിന്റെ ദാസന്മാർക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഞങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നതിനായി എല്ലാ മുഖത്തും ഞങ്ങൾ അഭിഷേകിക്കുന്നു. സാഹചര്യങ്ങൾ ഒരുക്കി തന്നതിനായിട്ട് യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ നമ്മെ ആശംസിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളും വിശേഷ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും കർത്താവിന്റെ ഈ പകൽ ശുശ്രൂഷയോട് ചേർന്ന കർത്താവിന് കരങ്ങൾ ഉയർത്തി ആമേ ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷയിൽ വന്ന് പ്രതികൂല കാലാവസ്ഥയിലും സഹകരിച്ച കർത്താവിന്റെ ദാസന്മാർക്ക്, കർത്താവിന്റെ മക്കൾക്ക്, വിശിഷ്ട സഭ ആമേൻ.